RSSന്റെ നേതൃത്വത്തിൽ 85,000-ലധികം ഏകൽ വിദ്യാലയങ്ങളാണ് ഭാരതത്തിൽ പ്രവർത്തിക്കുന്നത്. പിന്നോക്ക മേഖലയിലെ കുട്ടികളിലേക്ക് വിദ്യാഭ്യാസത്തിനൊപ്പം സാമൂഹിക മൂല്യങ്ങളും പകർന്നു കൊടുക്കുകയാണ് ഏകൽ വിദ്യാലയങ്ങൾ. ഗുരുശിഷ്യ രീതിയിലാണ് ഇവിടുത്തെ അധ്യയനം. ഇന്ന് ഭാരതം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗുരുകുല സമ്പ്രദായ രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളാണ് ഏകൽ വിദ്യാലയങ്ങൾ. RSSന്റെ നിയന്ത്രണത്തിലുള്ള വിദ്യാലയങ്ങളിൽ ഇവിടെ പാഠ്യവിഷയങ്ങൾ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളും സംസ്കാരം, അതായത് ഹൈന്ദവ സംസ്കാരം അടക്കം പഠിപ്പിക്കുന്ന ഒരിടമാണ് ഇവിടം. ഭാരതീയ പാരമ്പര്യത്തിൽ ഗുരുകുല വിദ്യാഭ്യാസത്തിനുള്ള പാരമ്പര്യം ഏറെ വലുതാണ്. അത്തരത്തിൽ ഗുരുകുല വിദ്യാഭ്യാസ രീതിയിൽ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുകയാണ് ഏകൽ വിദ്യാലയങ്ങളുടെ ലക്ഷ്യം. ഭഗവത്ഗീതയും രാമായണവും തുടങ്ങി പാഠ്യവിഷയങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ അധ്യാപകരില്ല, പകരം ആചാര്യയാണ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത്. 13, 14, 15. ഓം പാർത്തായ പ്രതിബോധിതാം ഭഗവതാം നാരായണേന സ്വയം. ശിഷ്യന്മാരും ആചാര്യയും നിലത്തിരുന്നു കൊണ്ട് ഒരേ മനസ്സായാണ് പഠനം തുടങ്ങുക. ഹൈന്ദവ ധർമ്മത്തെയും ഭാരതീയ സവിശേഷതകളെയും ഇവിടെ പഠന വിഷയമാക്കുന്നു. ഇത്തരത്തിൽ നിലത്തിരുന്നു കൊണ്ടാണ് വിദ്യാർത്ഥികൾ പഠനം നടത്തുക. അതുപോലെ തന്നെ അധ്യാപികയും തൊട്ടടുത്ത് ഇരുന്നു കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. പഴയ ഗുരുകുല വിദ്യാഭ്യാസം എങ്ങനെയാണോ അതേ രീതിയിലാണ് ഇവിടെയും മുന്നോട്ട് പോകുന്നത്. ഉത്തരവാദിത്ത ബോധമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് ഓരോ ഏകൽ വിദ്യാലയവും. ഒപ്പം പഠന കാര്യങ്ങളിൽ സഹായിക്കുകയും ചെയ്യുന്നു. ഏകൽ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നത് മെയിനായിട്ട് ഭാഷ, പിന്നെ ഗണിതം, പിന്നെ കുട്ടികളെക്കുറിച്ച് ആരോഗ്യം, പിന്നെ പൊതുവിജ്ഞാനം, യോഗ, പിന്നെ കുറേ കളികളും പഠിപ്പിക്കുന്നുണ്ട്. ഇത് പഠിപ്പിക്കുന്നത് വെച്ചാൽ അവർക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. കുട്ടികളൊക്കെ എല്ലാ ദിവസവും ക്ലാസ്സിലും എല്ലാവർക്കും നല്ല സന്തോഷമാണ്. ഇതൊക്കെ വരുമ്പോൾ ഞങ്ങൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. ഭഗവത്ഗീത ചൊല്ലിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ രാമായണത്തിലെ കഥകളും അതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. വയനാട്ടിൽ മാത്രം 234 ഏകൽ കേന്ദ്രങ്ങളാണുള്ളത്. 1 മുതൽ 2 മണിക്കൂർ വരെ ക്ലാസുകൾ തുടരും. പാട്ടും ഡാൻസും യോഗയും എല്ലാം ഇതിൽ ഉൾപ്പെടും. 1, 2, 3, 4, 5, 6, 7, 8. ഓരോ ദിവസവും ഉത്സാഹത്തോടു കൂടിയാണ് ഓരോ കുട്ടികളും ഏകൽ വിദ്യാലയങ്ങളിലേക്ക് എത്തുന്നത്. ഏകൽ വിദ്യാലയത്തിന് വരുന്നത് കൊണ്ട് സ്കൂളിൽ അക്ഷരങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ നന്നായി എഴുതാനും വായിക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നാമങ്ങളൊക്കെ ചൊല്ലി തരുന്നുണ്ട്. പാട്ടുകളൊക്കെ പാടിത്തരും. കളിക്കാരൊക്കെ ഉണ്ട്. ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾ ഓരോന്നായി കുട്ടികൾ ചൊല്ലിപ്പഠിക്കുന്നു. ഓരോ വിഷയങ്ങളെ പറ്റിയും കുട്ടികൾ ഓരോരുത്തരായി വിഷയാവതരണം നടത്തുന്നു. വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പാഠഭാഗങ്ങൾ ചർച്ച ചെയ്യുന്നു. അങ്ങനെ നീളുകയാണ് ഇവിടുത്തെ പഠന പ്രക്രിയകൾ. ഒപ്പം ചെറുകളികളും. ജയ് ജയ് ഗീത ഭഗവത്ഗീത. 2. കേരളത്തിൽ 32 മുഴുവൻ സമയ പ്രവർത്തകരാണ് ഏകൽ വിദ്യാലയത്തിലുള്ളത്. സംഘത്തിന്റെ ആയാമായാണ് പ്രവർത്തനം. ജാർഖണ്ഡിൽ തുടങ്ങിയ ഈ പ്രസ്ഥാനം 2002 നമ്മുടെ കേരളത്തിൽ തുടങ്ങിയത്. വയനാട്, ഇടുക്കിയിലാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പം നമ്മൾ വയനാട്, ഇടുക്കി, പാലക്കാട് അങ്ങനെ 400ഓളം ഗ്രാമങ്ങളിൽ നമ്മുടെ പ്രവർത്തനമുണ്ട്. ഏകൽ വിദ്യാലയത്തിൽ പഠിപ്പിക്കുന്നത് നമ്മൾ 7 വിഷയങ്ങളാണ്. 1 ഭാഷ, ഗണിതം, പൊതുവിജ്ഞാനം, ആരോഗ്യം, സംസ്കാരം, ശാരീരികം, കരകൗശലം. ഈ 7 വിഷയങ്ങൾ നമ്മൾ 2 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം ഷെഡ്യൂൾ. കുട്ടികളുടെ ഉള്ളിലുള്ള കലാവാസനകളെ പുറത്തെടുക്കാനും ഭാരതത്തെ അറിയാനും ഈ പഠനങ്ങൾ സഹായിക്കുന്നു. പ്രധാനമായും വനവാസി ഊരുകൾ കേന്ദ്രീകരിച്ചാണ് കേരളത്തിലെ പ്രവർത്തനം. വ്യക്തിത്വ വികസനത്തെയും സാമൂഹ്യ പ്രതിബദ്ധതയും ഉയർത്തിക്കൊണ്ടുവന്ന
സനാതന മൂല്യത്തിന്റെ ആവശ്യകത പഠിപ്പിക്കുകയാണ് ഓരോ ഏകൽ വിദ്യാലയത്തിലൂടെയും സംഘം ലക്ഷ്യമിടുന്നത്. ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളിൽ തുള്ളികളാൽ കണ്ട നേരം കൊണ്ടലായി, കൊണ്ടലിൽ മിന്നലായി. മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ, എത്തിത്തോടാ എത്തുകില്ല മാരിവില്ലാണു നീ. ഇത്തരത്തിൽ നിരവധി ഏകൽ വിദ്യാലയങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ളത്. ഇത്തരത്തിൽ നിരവധി വിദ്യാർത്ഥികൾ എത്തുന്നു. പ്രത്യേകിച്ച് വനവാസി വിഭാഗത്തിൽ ഉള്ള കുട്ടികളടക്കം ഇവിടെ എത്തി ഈ പഠനങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ് ഏറെ സവിശേഷത. ക്യാമറമാൻ സന്തോഷ് കാവിലക്കാടിനൊപ്പം അർജുൻ BS, ജനം, വയനാട്.